വയനാട് കാട്ടിലും ഈ അനന്തകാടിന് തന്നെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ആന വെള്ളം കുടിച്ചോണ്ടിരിക്കുക. ഈ കാട് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളത്. പണ്ട് പോലെ കോടമഞ്ഞ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അത് ഇടുക്കിയിലായിരുന്നു, അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഫുൾ ഷൂട്ട്. അതെ, പ്രായം കുറഞ്ഞ ഡയറക്ടർ ആയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്റെ പടം വിജയിക്കണമെങ്കിൽ സ്ക്രിപ്റ്റ് അത്ര അടിപൊളിയാണ്. ഹായ് ഹലോ. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു കുഞ്ഞ് അനുജനാണ്. ഒരിച്ചിരി ഇരുചിരി ബമ്പർച്ചിരി എന്ന് പറയുന്ന TV ഷോയിലൂടെ വന്ന് ഇപ്പോൾ ഒടുക്കം സിനിമ വരെ എത്തി നിൽക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞനുജൻ സൂര്യകിരൺ. ഹായ് സൂര്യ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് പണ്ടേ ഓർമ്മയുണ്ട്, ഒരു ബമ്പർച്ചിരിയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് സിനിമ നടനാവണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ. ഇപ്പോൾ അനന്തൻകാട് ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ഇന്ദ്രൻ ചേട്ടൻ്റെയും പിന്നെ ആര്യയുടെയും മുരളി ഗോപി സാറിൻ്റെ ഒക്കെ കൂടെ ത്രൂട്ട് വേഷത്തിലാണ് ഞാൻ നിന്നെ കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കണ്ട് കഴിഞ്ഞ ഉടനെ ഞാൻ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും കൂടെ ചെയ്തു. എങ്ങനെയായിരുന്നു ആ സിനിമയിലേക്ക് എത്തിയത്? തന്നെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ അരുൺ സോൾ എന്ന് പറഞ്ഞ അങ്കിളാണ് എന്നെ അതിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സിനിമ എനിക്ക് നേരിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ സാധാരണ അമ്മേനെയാണ് എല്ലാവരും കോണ്ടാക്ട് ചെയ്യാറ്, അമ്മയുടെ നമ്പറാണ് കൊടുക്കാറ്. ഇത് അങ്കിളുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടായുള്ളൂ. സോ എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു. ഉടനെ തന്നെ 2 ദിവസത്തിൽ തന്നെ ഒരു സ്ക്രീനിങ് ഉണ്ടാവും, ട്രിവാൻഡ്രത്താണ്, അപ്പൊ ചെല്ലണം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്നാൽ പെട്ടെന്ന് തന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെ അച്ഛനും അമ്മേനെ കൂട്ടി ട്രിവാൻഡ്രം വരെ പോയി, കാറിന് പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇവര് വിളിച്ചിട്ട് ഫോൺ എടുക്കല്ല, ADസിനൊക്കെ വിളിക്കണം. അപ്പൊ ഡയറക്ടർ തിരക്കില്ല, മീറ്റിംഗില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഫോൺ വെക്കണം. അപ്പൊ എനിക്കും ടെൻഷൻ, ഇനി വല്ല പ്രാങ്ക് ആണോ, അങ്ങനെയായി പോയി. കാരണം അമ്മ അവരോട് മിണ്ടിയിട്ടില്ല, ഉറപ്പില്ല, ഞാൻ മാത്രമേ മിണ്ടിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ടെൻഷനായി. കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ചു. അപ്പോൾ ജീവനങ്ങളായിട്ട് സംസാരിച്ചു, 1-2 സീൻസൊക്കെ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബബ്ബ എന്ന് പറഞ്ഞ മൂവിയുടെ ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അറ്റൻഡ് ചെയ്തു. അത് അത്യാവശ്യം ഭയങ്കര ഫണ്ണായിട്ട് തന്നെ പോയി. എനിക്ക് ഭയങ്കര ചെയ്യാൻ ആഗ്രഹം തോന്നി ആ ടീം കണ്ടപ്പോൾ. എന്ന് വെച്ചാൽ അത്ര വൈബായിരുന്നു ഓഡീഷൻ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇവർ രണ്ടുപേരും ഒരേ ദിവസം തന്നെ വിളിച്ചു, 2 പടത്തിൽ സെലക്ട് ആയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം ഷൂട്ട് വരുമ്പോഴും ഒരേ ഡേറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബബ്ബ എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ആണല്ലേ. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ മുരളിച്ചേട്ടനെ മീറ്റ് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രം പിന്നെയും പോയി. മുരളിച്ചേട്ടനെ കണ്ടപ്പോൾ കണ്ടപ്പോൾ എനിക്ക് പേടിയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ട് രസികൻ എന്ന് പറഞ്ഞ പടം ഒത്തിരി കാണും. കുഞ്ഞിലെ തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പടമാണ്. അപ്പൊ അതിൽ ഈ കാളഭാസ്കരൻ എന്നുള്ള ആ ഒരു വില്ലൻ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്ന് വെച്ചാൽ ആകെ 10-15 മിനിറ്റാണ് മുരളിച്ചേട്ടൻ ആ സിനിമയിലുള്ളൂ. അതിലും മുരളിച്ചേട്ടൻ ഡയലോഗ് ഇല്ല, ആകെ ഫൈറ്റ് മാത്രമാണ് വരുന്നത്. പിന്നെ മറ്റേ കത്തി കുത്തി പറ്റില്ല ഈ സാധനം, ഇത്രേ ഉള്ളൂ. അതുവരെ ഉള്ള പടത്തിൽ ബിൽഡപ്പാ, കാളഭാസ്കരൻ ബിൽഡപ്പ് മാത്രം. നായകന് പോലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വില്ല, അങ്ങനത്തെ ഒരു ഇതിലാണ് ക്യാരക്ടർ അവിടെ പ്ലേസ് ചെയ്തത്. അപ്പൊ അതിങ്ങനെ കണ്ട് നമ്മൾ ചെറുപ്പം തൊട്ട് കാണുമ്പോൾ അതിനോടൊരു ഇതുണ്ടാവില്ല, ഓ ഈ മനുഷ്യൻ ഭയങ്കര സീനാ. എനിക്ക് നേരിട്ട് കാണുമ്പോൾ അങ്ങനെ അത് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് പേടി, എനിക്ക് കാളഭാസ്കരനെ പേടിയാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ദൃശ്യത്തിലെ ജോർജ് കുട്ടിനെ പിടിക്കാൻ വന്ന പോലീസുകാരനാന്ന് വിചാരിച്ചത് എന്നോട് പറഞ്ഞു. ഫണ്ണാണ്. അതെ അല്ലേ. ഇപ്പൊ നീ എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ഒരു റോള് ഫസ്റ്റ് ടൈം ആണ്. ഇതിനു മുമ്പ് സ്ഥാനാർത്ഥി ശ്രീകുട്ടലിലും പാപ്പച്ചലിലൊക്കെ അത്യാവശ്യം ഉണ്ടായി. പക്ഷേ ഇത്ര പെർഫോം ചെയ്യാൻ ഇത്ര സ്പേസ് കിട്ടിയതിലാണല്ലേ. അപ്പൊ ഇന്ദ്രൻ സാറിന്റെയും ആര്യയുടെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോൾ അവരുടെ ഗ്യാങ്ങിലാണ് ഉണ്ടായിരുന്നത് അല്ലേ. അവരുടെ ശരത്തപ്പാനി, എനിക്ക് തോന്നുന്നു ശരത്തപ്പാനി എന്നൊക്കെ അങ്കമാലി ഡയറീസിന് ശേഷം ആ ഒരു പഴയ ഒരു ലെവലിൽ റേഞ്ചിൽ കണ്ടത് ഈ സിനിമയിലാണ് തോന്നുന്നത്. അപ്പൊ അവരുടെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര പ്ലസ് ആണല്ലോ. കാരണം ഇത്രയും ലെജൻഡ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാന്നുള്ളതൊക്കെ വലിയൊരു. അവരെന്തെങ്കിലുമൊക്കെ ടിപ്സ് ഒക്കെ തരാറുണ്ടോ? അതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോ ആണെങ്കിലും അത് അങ്ങനെ ചെയ്താൽ ഭംഗി ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും ആ സമയത്ത്. നന്നായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ ഇപ്പോ ശരിക്കും സൂര്യന് ഇപ്പൊ എത്ര സിനിമയായി? എനിക്കിപ്പോ 10-11 സിനിമകളായി. സ്ഥാനാർത്ഥി ശ്രീകുട്ടനിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതേപോലെ ഒരിക്കൽ തിയേറ്ററിൽ നിന്ന് രേഖാചിത്രം, നീ അതിലുണ്ടെന്ന് എനിക്ക് അറിയില്ല, ഞാൻ യാദൃശ്ചികമായി കണ്ടതാണ്. ഫസ്റ്റ് സീനിൽ തന്നെ വരികയാണ്, നിന്നെയാണ് കണ്ടത്. അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായ ഒരു കുട്ടി ഇങ്ങനെ സിനിമയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓരോ സിനിമകളും നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എങ്ങനെയാണെന്ന് എനിക്ക് സിനിമ എന്നുള്ളൊരു ആഗ്രഹം, അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോൾ മുതലാണ് തോന്നി തുടങ്ങി? അത് ശരിക്കും അഭിനയിക്കാനുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ എന്റെ ചേച്ചി പണ്ടൊരു ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കും. അപ്പൊ അങ്ങനെ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമിൽ പുള്ളിക്കാരിക്ക് അവാർഡ് കിട്ടി. ഞാൻ ആ ഫംഗ്ഷന് പോയപ്പോഴാണ് അവാർഡൊക്കെ കിട്ടും, അഭിനയിച്ച അവാർഡ് കിട്ടും. എനിക്കൊരു അവാർഡ് എന്നുള്ളത് മാത്രമേ എനിക്കന്ന് മനസ്സിലുള്ളൂ. അന്ന് എനിക്ക് എത്ര 6 വയസ്സോ അത്രേ ഉള്ളൂ. ആ ഷോർട്ട് ഫിലിം ഇതിൽ ബൈക്കിലിരുന്ന് പോണൊക്കെ എനിക്ക് ചുമ്മാ ഞാൻ ഡയറക്ടറിനോട് എനിക്ക് സീൻ തരുന്നതൊക്കെ ചോദിച്ചാൽ അങ്ങനെ കിട്ടുന്നുണ്ട് പാസിങ്ങിനൊക്കെ. അപ്പോൾ അവാർഡ് കണ്ടപ്പോൾ എനിക്ക് ആ സാധനം കാണാൻ തന്നെ ഭയങ്കര ഒരു പവറായിരുന്നു. കൊള്ളാം, അഭിനയിച്ച അവാർഡ് കിട്ടും, അഭിനയിച്ചാലോ, അങ്ങനെ എനിക്ക് മൈൻഡിൽ കയറിയതാ. അപ്പോൾ അന്നോട്ട് ആഗ്രഹിക്കാനുള്ളൊരു എന്ന് വെച്ചാൽ അഭിനയിക്കാൻ ഒരു ആഗ്രഹം തുടങ്ങി. പിന്നെ ഉള്ളതൊക്കെ ആദ്യം ഒത്തിരി ലക്ക്, പിന്നെ നമ്മുടെ പാഷൻ, അങ്ങനെ
ആദ്യം എനിക്ക് ഷോർട്ട് ഫിലിം ഒക്കെ ഭയങ്കര യാദൃശികമായിട്ട് കിട്ടിയതാ. അതിൽ നിന്ന് പയ്യെ പയ്യെ സിനിമയിലേക്കും പിന്നെ ചാനൽ പരിപാടികൾ ഇങ്ങനെ വന്ന് അങ്ങനെയാണ് കയറിയത് അല്ലേ? ഓഡീഷൻസിനൊക്കെ കുറെ പോയിട്ടുണ്ടോ? ഒത്തിരി auditions attend ചെയ്തിട്ടുണ്ട്. അതെ അല്ലേ? അപ്പോൾ ഈ ഓഡീഷൻസിന് ഇപ്പോൾ പോകുമ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ റിജക്ട് ചെയ്യപ്പെടുമല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിരാശകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്കങ്ങനെ ഞാൻ പോയത് മിക്കത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ കിട്ടിയില്ലെങ്കിൽ എനിക്കങ്ങനെ വിഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്ക് വരാനുള്ള ഇനി വരുമല്ലോ. അതെ, തീർച്ചയായും. ഇപ്പം എനിക്കറിയാം, ഇപ്പോൾ ഏകദേശം 11-12 സിനിമകളിൽ സൂര്യൻ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതെങ്ങനെ ആൾക്കാർ തിരിച്ചറിയാനൊക്കെ തുടങ്ങി? തിരിച്ചറിയാൻ തുടങ്ങിയത് ഒത്തിരി തീർച്ചയായും ബമ്പർച്ചിരിയിൽ തന്നെ കുറെ സ്കിറ്റുകളൊക്കെ ചെയ്ത് പ്രേക്ഷകരുടെ അല്ലേ പുറത്തു പോകുമ്പോ എപ്പോഴും ആൾക്കാർ ഇത്. പക്ഷെ എനിക്ക് അത്ഭുതമല്ല, ബമ്പർച്ചിരി ഇന്നിപ്പോ ഞാൻ ഷോയിൽ നിന്ന് ഞാൻ പോന്നിട്ട് ഏകദേശം 2 കൊല്ലം എടുത്തായി, എന്നിട്ട് ഇപ്പോഴും ആൾക്കാർ ബമ്പർച്ചിരിയിലുള്ളല്ലേ എന്ന് പറഞ്ഞ എന്നോട് മിണ്ടുന്നവരുണ്ട്. കാരണം ആ ഷോയ്ക്ക് അത്രയും റീച്ച് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ്? സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി പേര് അങ്ങനെ സിനിമയിൽ ഈ പടത്തിലുള്ള അല്ലേ എന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ ഇങ്ങനെ. അതെ അല്ലേ? ഇപ്പോൾ അനന്തൻകാട് ഇപ്പോൾ അവസാനം ഇറങ്ങിയോണ്ട് അതിൽ തന്നെ ചോദിക്കുകയാണ്. ഇപ്പോൾ കുറേ ഇപ്പോൾ നടന്മാരുടെ കൂടെ അഭിനയിച്ചു. സൈജു ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചു, അജു ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഇന്ദ്രൻ ചേട്ടൻ അല്ല, പിന്നെ നമ്മുടെ ആര്യ. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും ഒരു പേഴ്സണൽ അനുഭവം ഉണ്ടോ പറയാൻ വേണ്ടി? അതായത് ക്യാമറയ്ക്ക് പിന്നില് അതെന്താ, ഇപ്പൊ എല്ലാരും എന്ന് വെച്ചാൽ മൊത്തത്തിൽ എല്ലാരും ഭയങ്കര കമ്പനി, അതിലുപരി ഭയങ്കര ബോണ്ടാണ് ഞങ്ങൾ തമ്മില്. അത് ഏത് പടത്തിന് ഇപ്പൊ സൈജേട്ടനായിട്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടലുണ്ടായിരുന്നു, അതുപോലെ തന്നെ പാപ്പച്ചനില് സൈജേട്ടന്റെ മോനായിട്ടായിരുന്നു. അപ്പൊ അജു ചേട്ടനായിട്ടുള്ള എന്റെ 2ാമത്തെ പടമായിരുന്നു. അപ്പൊ അജു ചേട്ടനായിട്ട് അതുപോലെ ശ്രീകുട്ടന്റെ സമയത്ത് ഞാൻ ഫോട്ടോ പോലും എടുത്തില്ല. പക്ഷെ അജു ചേട്ടൻ ഇത് കണ്ടപ്പോ ഇപ്പോഴും എനിക്ക് മെസ്സേജ് ഒക്കെ, ഞാൻ പടം കണ്ടിട്ട് മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ തരാറുണ്ട്. അങ്ങനെ. അതെ അല്ലേ? എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവം ഉണ്ടോ ഷൂട്ടിംഗ് സെറ്റിൽ? എനിക്ക് ഇതുപോലെ മറക്കാനാവാത്ത അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അനന്തൻകാട് എനിക്ക് വലിയൊരു ട്രീറ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത പലതും എക്സ്പീരിയൻസ് ചെയ്തു. എനിക്ക് ആദ്യം തന്നെ ഷൂട്ട് രാമേശ്വരത്ത് കടലിലെ നടുക്കായിരുന്നു. അപ്പം അതിതുപോലെ അവിടെ ഈ കടലിലേക്ക് ആ ബീച്ച് സൈഡിലേക്ക് പോകുന്ന അവിടെ വേറെ വണ്ടിയോ കാര്യങ്ങളോ ഇല്ല. നമ്മുടെ ഒരു സ്ഥലത്ത് വരെ നമ്മുടെ ഇന്നോവ പോകുള്ളൂ. അത് കഴിഞ്ഞൊരു ട്രാക്ടറിലാണ് നമ്മളെ കൊണ്ടുപോകണേ. അതെല്ലാരും ട്രാക്ടറിലാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഹരിസാറിന്റെ പജേറോല്ലോ വന്നു. ഹരിസാറ് കുറച്ച് കഴിഞ്ഞിട്ട് വന്നു. എനിക്ക് ആദ്യത്തെ കുറച്ച് ഷോട്ടുകൾ ട്രാക്ടറിലാണ്, ക്യാമറ അടക്കം ട്രാക്ടറിലാണ് കൊണ്ടുപോകണേ. അങ്ങനെ പോയി അവിടെ കടൽ തീരത്തുള്ള എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ ബോട്ട്, അത് ബോസ് വെങ്കിട്ട് സാർ എന്ന് പറഞ്ഞിട്ട് തമിഴിലൊരു പുള്ളിക്കാരി ഡയറക്ടറാണ്, ആക്ടറുമാണ്, അങ്കിളായിട്ട് ഞാൻ ഇതുപോലെ ചെറിയ ബോട്ടിൽ പോകുന്ന ഒരു സീക്വൻസ്. അത് കഴിഞ്ഞ് വലിയൊരു ഷിപ്പിലേക്ക് കയറണേ. അപ്പൊ അതൊക്കെ ഭയങ്കര ഇതാ, കാരണം വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര കാറ്റും ഇതൊക്കെയാണ്, അത്രയും കയറണം. വയനാട് കാട്ടിലും ഈ അനന്തൻകാടിന് തന്നെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോകുമ്പോ അവിടെ ആന വെള്ളം കുടിച്ചോണ്ടിരിക്കുക. അതേ സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യണം. എന്നിട്ട് പേടിയായോ അങ്ങനെ ആ സമയത്ത്? പേടി എനിക്ക്. കാരണം ഈ സിനിമ അനന്തൻകാട് എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം ഒരു അഡ്വഞ്ചറസും കൂടെ ഉള്ള സിനിമയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ക്രേസ് ആണ് അവരുടെ കൂടെ ഫസ്റ്റ് ടൈം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ താല്പര്യമാണല്ലേ? ഈ കാട് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളത്. പണ്ട് പോലെ കോടമഞ്ഞ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അത് ഇടുക്കിയിലായിരുന്നു, അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഫുൾ ഷൂട്ട്. അപ്പൊ അവിടെ ഒരു വലിയൊരു പുഴയുണ്ട്, അത് ഇങ്ങനെ മുറിച്ച് കിടക്കാനായിട്ട് അവിടെ ഒരു ചങ്ങാട ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് അപ്പുറം ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, അത് നമ്മൾ പിടിച്ച് വലിച്ചു പോകണം. അത് ആ സീക്വൻസ് ഇവര് വേണ്ടാന്ന് പറഞ്ഞാ. അപ്പൊ എനിക്കാണ്, ഞാൻ പണ്ട് അത് ചെയ്യണം. അത് ഒരു നേരത്തെ ആദ്യം എന്നോട് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് അതിനാണ് ഇൻട്രസ്റ്റ്. എന്നിട്ട് അത് തന്നെ ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്കിരുന്ന് ഞാൻ തുടങ്ങി. അല്ല, ഇപ്പൊ നീ കുറെ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്, കുറെ സിനിമകളൊക്കെ ചെയ്തു. അപ്പൊ നീ സ്കൂളിലൊക്കെ പോകുമ്പോ, സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെ? നിന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ സ്കൂളിലെ സപ്പോർട്ടാണ്. അതുപോലെ സ്കൂളിലൊരു സ്റ്റാർ ആണോ? കുറച്ച് ഞാൻ ഇപ്പൊ പുതിയ സ്കൂളിലേക്കായി, സെന്റ് മേരീസ് തലക്കോട് എന്ന് പറഞ്ഞത്. അപ്പൊ +1 ആണ്. അപ്പൊ 10 വരെ പഠിച്ച അത് അവിടെ എനിക്ക് തോന്നുന്നു എല്ലാവരും സപ്പോർട്ടാണ്. പടം കണ്ടിട്ട് എല്ലാവരും വന്ന് പറയും ഇത് നന്നായിരുന്നു അങ്ങനെയൊക്കെ പറയുമെങ്കിലും മൊത്തത്തിൽ എനിക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ ഒരു ഈക്വാലിറ്റി മൂഡായിരുന്നു. വെച്ചാൽ പിള്ളേർക്കും അങ്ങനെ സ്റ്റാർ അങ്ങനെ ഒരു ഇതും തോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കത് താല്പര്യമില്ല. പക്ഷെ ഇപ്പൊ പുതിയ സ്കൂളിലായപ്പോ മറ്റേ പടത്തിലുള്ള അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് പിള്ളേരുടെ നമ്മളൊട്ടും വിട്ട് സ്റ്റാർ ആയിട്ട് വിലസാണ് അല്ലേ? പിന്നെ ടീച്ചർമാരുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാ കാര്യത്തിൽ? ടീച്ചർമാർ ഇപ്പൊ ലീവ് എടുക്കുമ്പോഴും അങ്ങനെയൊക്കെ ടീച്ചർമാർ സപ്പോർട്ടാണ്. ചോദിക്കാൻ വന്ന ചോദ്യം അതാണ്. അതായത് സിനിമയിലൊക്കെ പോകുമ്പോൾ കുറെ നാളെ ലീവ് എടുക്കേണ്ടി വരും. അപ്പൊ ഈ പഠനവും ഈ സിനിമയും തമ്മിൽ എങ്ങനെയാ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അതാണ് നേരത്തെ എനിക്ക് അങ്ങനെ, ഞാനൊരു
എബോവ് ആവറേജ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ സീനില്ല. ഇപ്പോൾ സ്കിറ്റൊക്കെ പറഞ്ഞു തരുമ്പോൾ പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വെച്ച് തന്നെ എക്സാം എഴുതുമ്പോൾ അത്യാവശ്യം മാർക്ക് ഉണ്ടാവും. അതുകൊണ്ട് ടീച്ചേഴ്സിന് കുഴപ്പമില്ല. പിന്നെ മുടിയാണെങ്കിലും അന്ന് എനിക്ക് അത്യാവശ്യം ഹെയർ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പെർമിഷൻ എടുത്തപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ല. ഇന്റേണൽ മാർക്സ് ഒക്കെ ടീച്ചർ അങ്ങോട്ട് തരും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എനിക്കറിയാം നീ ഒരു ചിരി ബമ്പർ ചിരി എന്നാണ് വന്നതെന്നറിയാം. ഇപ്പോൾ രണ്ടും ക്യാമറക്ക് മുമ്പിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ സ്കിറ്റ് നീ കുറേ ചെയ്തിട്ടുണ്ട്. നിന്റെ സ്കിറ്റ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പുറത്തെ സ്റ്റാൻഡപ്പ് കോമഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കൗണ്ടർ എഴുതായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി അപ്പുറത്തെ സ്കിറ്റ് കളിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജ് ഷോയും ഈ സിനിമയിലെ അഭിനയം രണ്ട് മീറ്റർ ആണല്ലോ. അത് ചെയ്യുമ്പോൾ ഇപ്പോൾ നീ ഇത്രയും ദിവസം ഇത്രയും കാലങ്ങളോളം സ്കിറ്റ് ചെയ്ത് പോയതുകൊണ്ട് പെട്ടെന്ന് സിനിമയിൽ വന്നപ്പോൾ ആ ഒരു മീറ്റർ ചേഞ്ചിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ്? ഇല്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അത് എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സ്കിറ്റ് കളിക്കുമ്പോൾ അവിടുത്തെ ഗ്രൂമേഴ്സ് അടക്കം പറഞ്ഞിട്ടാണ് ഇത് സിനിമയ്ക്കുള്ള മെറ്റീരിയൽ ആണെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളവരുണ്ട്, അമ്മേനോട് പറഞ്ഞിട്ടുള്ളവരുണ്ട്. അപ്പൊ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ബമ്പർച്ചിരി ചെയ്യുന്നതിന്റെ സമയത്ത്, ഈ ബമ്പർച്ചിരി ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഞാൻ വിശുദ്ധ മെജോ എന്ന് പറഞ്ഞ ആദ്യത്തെ മൂവി ചെയ്തോണ്ടിരിക്കുക. അപ്പോ എനിക്കങ്ങനെ സ്കിറ്റിലേക്ക് പെട്ടെന്ന് മാറുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ച് സിനിമയിലേക്ക് പോകുമ്പോൾ എനിക്കങ്ങനെ വ്യത്യാസമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമുക്കറിയാം, ആ മീറ്റർ അറിയാമെങ്കിൽ പിന്നെ അത് സീനില്ല. ഇവിടെ പിന്നെ കുറച്ചുകൂടി ഹ്യൂമർ പരിപാടിയാണല്ലോ. ഇപ്പോഴത്തെ നിന്റെ ഫോക്കസ്, ഓഫ് കോഴ്സ് നമുക്ക് സിനിമ ഭയങ്കര പാഷനാണ്, അഭിനയം നല്ല പാഷനാണ്. ഇപ്പോൾ ഈ സിനിമ വരുന്ന സമയത്ത്, സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഈ പഠനത്തിലെ ഫോക്കസ് നഷ്ടപ്പെടുന്നുണ്ടോ? ഇപ്പൊ എനിക്കിപ്പോ ഞാൻ +1 ചേർന്ന പിന്നെ ഞാൻ അധികം ഷൂട്ട് എടുത്തിട്ടില്ല. കാരണം ഇപ്പൊ ക്ലാസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ഓടും. ഇപ്പൊ ഫുൾ മാർക്ക് മോഡ് അപ്പൊ പിള്ളേരൊക്കെ പഠിപ്പിക്കാന്ന് പറയുന്നത് സിനിമ ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കാണല്ലേ? പണ്ട് അങ്ങനെയല്ലായിരുന്നു. കാരണം പണ്ട് ഒത്തിരി പഠിക്കാണ്ട്. ഇപ്പൊ 10 അല്ല +1 എനിക്ക് അത്ര ലോഡ് ഫീൽ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ഫ്ലോയിൽ ഇപ്പൊ ടെസ്റ്റ് പേപ്പറിനൊക്കെ ഫുള്ള് മേടിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പഠിപ്പിയായോ വേണ്ട അതുകൂടെ. അപ്പോൾ അധികം ലോഡ് ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ പഠിക്കാൻ ഇപ്പൊ സീനില്ല. ഏതാ സൂര്യന്റെ സബ്ജക്ട്? ഞാൻ ഹ്യൂമാനിറ്റീസ് ആണല്ലേ? എന്താ ഹിസ്റ്ററി ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള? ഹിസ്റ്ററി എനിക്ക് പണ്ടോട്ട്, സോഷ്യലാണ് എനിക്ക് ഇപ്പോഴും മാർക്ക് കിട്ടാറ്. അപ്പൊ എനിക്ക് സോഷ്യലും പിന്നെ ചേച്ചിയും ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. കഥകൾ കേൾക്കാനും അറിയാനൊക്കെ ഉള്ള ഒരു താല്പര്യമുള്ളതുകൊണ്ടായിരിക്കും അല്ലേ? കാരണം സിനിമാക്കാരൊക്കെ പൊതുവെ അങ്ങനെയാണല്ലോ, ഹിസ്റ്ററി മനസ്സിലാക്കാനും. നമുക്കിങ്ങനെ പണ്ടൊക്കെ ഇപ്പോൾ ഞാനൊക്കെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചർമാർ പഴയ കഥകളൊക്കെ പറയുമ്പോൾ, ബ്രിട്ടീഷുകാരുടെ കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിഷ്വലൈസ് ചെയ്യും പഴയ, അല്ലേ? ശരിക്കും ഒരു രാജഭരണകാലം, മുഗൾ ചക്രവർത്തി, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അല്ലേ ഒരു കൊട്ടാരം. ഞാനിതുപോലെ ഇപ്പൊ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു മൈൻഡ്, സ്ക്രിപ്റ്റ് എഴുതാൻ ഇഷ്ടമാണല്ലേ? ഞാനിപ്പോ ഒരു ചെറിയൊരു സബ്ജക്ട് എഴുതുന്നുണ്ട്. അടിപൊളി ചെറിയ പ്രായത്തിൽ അല്ലേ? ഇപ്പോഴേ എഴുതി തുടങ്ങണം, എന്നാലേ നമുക്ക് നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടാവുള്ളൂ. +2 കഴിഞ്ഞ് പയ്യെ ഡയറക്ഷൻ പഠിക്കാം എന്നുള്ളൊരു ഇതിലാണ്. അടിപൊളി നല്ല ചോയ്സ് ആണ്. എനിക്ക് ഡയറക്ഷൻ ആണോ താല്പര്യം ആക്ടിങ്ങിനെക്കാളും? അല്ല, എനിക്ക് ആക്ടിങ് തന്നെയാണ് താല്പര്യം. പക്ഷെ ഇതിനു മുമ്പ് ഇപ്പൊ ആക്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് എടുക്കാന്ന് വിചാരിച്ചിരുന്ന ആളെന്ന് വെച്ചാൽ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതെന്റെ ഭയങ്കര ഒരു ആക്ടിങ് പോലെ തന്നെ ആദ്യം ഹോബി ആയിട്ട് തുടങ്ങി, പിന്നെ ഒരു പാഷൻ പോലെ ആയതാ കുക്കിംഗ്. അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി ഡയറക്ടേഴ്സ് അടക്കമുള്ള ഒത്തിരി വലിയ ആൾക്കാർ പറഞ്ഞു, നീ സിനിമ ചെയ്യുമ്പോൾ നീ സിനിമയിൽ തന്നെ എന്തെങ്കിലും പഠിക്കുക, എന്നിട്ട് അങ്ങനെ തന്നെ ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ള ഇത് പറഞ്ഞപ്പോ പിന്നെ നമ്മള് ഡയറക്ഷൻ, കാരണം എനിക്ക് ഡയറക്ഷനെ കുറച്ചുകൂടി പിന്നെ താല്പര്യം. അപ്പൊ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെറുതായിട്ട് ഇതുപോലെ ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ കൂടി ചെയ്യുമ്പോൾ ഞാനതിലേക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഡയറക്ടോറിയൽ മൈൻഡ് കൂടെ ഉണ്ട്. അതെ, ഇപ്പൊ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് കൂട്ടുകാരെ കൂടി ദർശൻ എന്റെ ഫ്രണ്ടാണ്, അവൻ സിനിമയിൽ ചെയ്യുന്നതാണ്. പുള്ളിയാണ് ഡയറക്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ സ്ക്രിപ്റ്റ് അവൻ തന്നെയാണ്. അപ്പൊ അതിൽ കുറെ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ പറ്റി. അങ്ങനെ നമ്മള് 4 പിള്ളേര് കൂടി തന്നെ ഷൂട്ട് ചെയ്ത ക്യാമറയൊക്കെ വെച്ചിട്ട്. സ്ക്രിപ്റ്റ് എഴുത്ത് എനിക്ക് ഇപ്പൊ ഞാൻ എഴുതി വെച്ചേക്കുന്ന സാധനം എന്തായാലും ഇപ്പൊ തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം എനിക്കത് കുറച്ച് വലിയ പടമായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളൂ. അത് മിക്കവാറും ഞാൻ തന്നെ ഡയറക്ട് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. സോ അത് ഇനിയിപ്പോ കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഡയറക്ടറായി മാറാൻ സാധിക്കട്ടെ. സ്ക്രിപ്റ്റ് എന്തായാലും സിനിമയായി മാറട്ടെ. അതെ, പ്രായം കുറഞ്ഞ ഡയറക്ടർ ആയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ പടം വിജയിക്കണമെങ്കിൽ സ്ക്രിപ്റ്റ് അത്ര അടിപൊളിയാണ്. ഇപ്പൊ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മുടെ ഈ ഓഡിയൻസിന്റെ മൈൻഡ് മാറുമല്ലോ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാൻ പറ്റണമല്ലോ. അപ്പൊ ഇപ്പോഴത്തെ ഇപ്പൊ എന്റെ സ്ക്രിപ്റ്റ് വേണമെങ്കിൽ ചിലപ്പോ ഒരു അമച്വർ അല്ലെങ്കിൽ ഒരു ബിഗിനർ സ്റ്റേജ് ആയിരിക്കും. അതെനിക്കൊരു പ്രോയിലേക്ക് എത്തിച്ചിട്ട് ഞാൻ എന്തായാലും എടുക്കുള്ളൂ. വെരി ഗുഡ്. അത് എനിക്കിപ്പോൾ നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ഒരു പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നിന്റെ ഈ പ്രായത്തിൽ നിന്റെ വിഷൻ എന്ന് പറയുന്നത് വളരെ, അത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം വിഷൻ ഉള്ള ആളാണ് നീ, വിഷണറി ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. സ്ക്രിപ്റ്റിനെ കുറിച്ചും ആ ഒരു ഡയറക്ഷനെ പറ്റിയിട്ടുള്ള ഒരു നീ വെച്ച് പുലർത്തുന്ന ആ ഒരു
ബോധം അത് വളരെ വലുതാണ്. അപ്പോൾ എന്തായാലും അത് നടക്കും. നമ്മളിപ്പോഴേ ചെറിയ പ്രായത്തിൽ അതിനെ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടി പണിയെടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അച്ചീവ് ആവും. കാരണം സിനിമയാണ് നമ്മൾ ആഗ്രഹിച്ചത്, സിനിമയിൽ എത്തിയല്ലോ, അതിനുവേണ്ടി നമ്മൾ പണിയെടുത്തു. അപ്പോൾ നമ്മൾ എന്താഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കും, അത് പണിയെടുക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, എത്രത്തോളം ഫോക്കസ്ഡ് ആവുന്നോ, അത്രത്തോളം നമുക്കത് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും സിനിമ നടക്കും. ആ സിനിമയിലെ ഒരു ഭാഗമാവാൻ എനിക്കും കൂടെ പിന്നെടാ ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിൻ്റെ കാര്യത്തിലേക്കാണ്. കാരണം അതാണ് ബേസ് റൂട്ട്, നമ്മൾ അവിടെ നിന്നാണല്ലോ പരിചയപ്പെട്ടതും ഒക്കെ. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, നീ ആദ്യത്തെ തവണ സ്കിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നിനക്ക് എങ്ങനെയാ ആ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? സ്കിറ്റിന്റെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബമ്പർച്ചിനൊക്കെ മുമ്പ് എനിക്ക് ഞാൻ ഫ്ലവേഴ്സിലും സി കേരളത്തിലൊക്കെ ആയിരുന്നു. ഫ്ലവേഴ്സിൽ കോമഡി ബമ്പർച്ചിരിക്ക് മുന്നേ സി കേരളത്തിലൊക്കെ കോമഡി സൂപ്പർ ഷോ എന്ന് പറഞ്ഞ ഫ്ലവേഴ്സിലൊരു പ്രോഗ്രാം ഉണ്ടായി. അതിൽ കുറച്ച് നാളത് 2-3 സ്കിറ്റ്, അത് കുറച്ച് നാളെ ആ പ്രോഗ്രാം ഉണ്ടായുള്ളൂ. ജയറാമേട്ടനൊക്കെ ആയിരുന്നു ആദ്യം ജഡ്ജായിട്ടൊക്കെ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ഫണ്ണി നൈറ്റ്സ് എന്ന് പറഞ്ഞു, സുരാജേട്ടൻ ആങ്കർ ചെയ്തൊരു പരിപാടി. അതിൽ അത്യാവശ്യം കുറച്ച് നാൾ നിന്നപ്പോഴാണ് കൊറോണ തന്നെ. കൊറോണ കഴിഞ്ഞ് പിന്നെ ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണ് ബമ്പർ ചിരിയിലേക്ക് ഒരു എൻട്രി. അത് എൻ്റെ ഗ്രൂമർ സുനിൽ അങ്കിള് പറഞ്ഞിട്ടാണ് ഞാൻ ബമ്പർ ചിരി വന്ന് അതൊരു സ്പെഷ്യൽ സ്കിറ്റ് കളിക്കാനായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ശ്രുതി മാഡം, നമ്മുടെ പരിപാടിയുടെ പ്രൊഡ്യൂസർ ശ്രുതി മാഡത്തിന് ഇഷ്ടപ്പെട്ടു, ചെയ്ത് നോക്കാം. അപ്പൊ പേരായിട്ട് അങ്ങനെ അമ്മേനെ കിട്ടി. സ്കിറ്റ് നമുക്ക് അങ്ങനെ സീനില്ല, പിന്നെ പുതിയ ഫ്ലോറാന്നുള്ളൂ, കളിച്ച സാധനം തന്നെ വേറൊരു ഫ്ലോറിൽ കളിക്കുന്നു എന്നുള്ള വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അറിയാവുന്ന പരിപാടിയാണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ കളിച്ച് ബമ്പർ അടിച്ചു, രണ്ടാമത്തെ കളിച്ച് ബമ്പർ അടിച്ചു, മൂന്നാമത്തെ കളിച്ച് ബമ്പർ അടിച്ചു, അങ്ങനെ ഹാട്രിക് ബമ്പറൊക്കെ പോയല്ലേ. ഇപ്പോ പിന്നെ ഇപ്പൊ നീ ബാലതാരമായിട്ട് ഒരുപാട് സിനിമകളിൽ വേഷങ്ങൾ ചെയ്യുന്നു, കുഞ്ഞു വേഷങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ട്, ത്രൂ ഔട്ട് വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിന്റെ ഫ്യൂച്ചറിൽ ഇപ്പൊ ഡയറക്ടർ ആവണം എന്ന് പറഞ്ഞത് കൂടാതെ ഒരു ഹീറോ ആവാനുള്ളൊരു ആണോ, ഒരു നായകനായിട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പൊ ഒരു നായകനാവണം എന്ന് പറയുമ്പോൾ നീ ഒരു പിന്നെ അതിനെ ഇപ്പൊ നിന്റെ ഡയറക്ഷൻ സ്ക്രിപ്റ്റ് ആ ഒരു വിഷനും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ഇപ്പോൾ അപ്പൊ ഒരു ഹീറോ മെറ്റീരിയൽ ആവാൻ വേണ്ടി നീ എന്തൊക്കെയാണ് തയ്യാറെടുക്കുന്നുണ്ട്? എന്താ അതിനുള്ള ഒരു ആക്ടിങ് വൈസ് ആണെങ്കിൽ നീ എങ്ങനെയൊക്കെ അത് ചെയ്യാറുണ്ട്? അങ്ങനെ ഞാൻ അതിന് സജ്ജമായി വരുന്നേ ഉള്ളൂ. ഞാനിപ്പോ പയ്യെ അഭിനയിച്ച് അങ്ങനെ ആണല്ലേ. ഓക്കെ. പിന്നെ ഈ പറയുന്ന പോലെ വീട്ടില് എത്രത്തോളം സപ്പോർട്ടാണ് എല്ലാവരും? വീട്ടിലെല്ലാവരും തന്നെ സപ്പോർട്ടാണ്, ഫാമിലിയിലാണെങ്കിലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ടൊക്കെയാണ് അല്ലേ? ഇപ്പൊ സൈ ചേട്ടനൊക്കെ ആയിട്ട് എങ്ങനെ സ്ഥാനാർത്ഥി സീക്രട്ടൻ അല്ലേ? സ്ഥാനാർത്ഥി സീക്രട്ടിലെ പാപ്പച്ചനൊളിവിലാണ് അതിലാണ് ഒരുമിച്ച് എപ്പോഴും ഉണ്ടായിരുന്നു. അതിലെന്തായിരുന്നു ക്യാരക്ടർ? സൈചേട്ടന്റെ മോനായിട്ടായിരുന്നു അല്ലേ? അപ്പൊ കുറെ ഒത്തിരി നാളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിന്റെ പ്രൊമോഷൻ ആണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഫ്ലവേഴ്സിലൊക്കെ പോയി അങ്ങനെ. അതല്ലേ സൈചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഫണ്ണാണ്. സൈചേട്ടൻ അടിപൊളിയാണ്, കമ്പനി ആയിട്ട് ഇപ്പോഴും കോൺടാക്ട് ഉണ്ടോ? ഇടയ്ക്ക് ഞാൻ മോഹിനിയാട്ടം കണ്ടിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ കുറെ ആർട്ടിസ്റ്റുമായിട്ടും ടെക്നീഷ്യൻസ് ഒക്കെ ആയിട്ടൊക്കെ ഇപ്പൊ കോൺടാക്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ടല്ലേ? എന്തായാലും അത് നമുക്ക് ഹെൽപ്ഫുൾ ആവും സിനിമയുടെ മുമ്പോട്ട് പോകുന്ന സമയത്ത്, കുറെ അവസരങ്ങൾ കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ഇനിയിപ്പോ ഡിസ്കോ ചെയ്തിരിക്കുകയാണത്. ഓണം കഴിയുമ്പോഴേക്ക് റിലീസ് ആവും അല്ലേ? ഷൂട്ടൊക്കെ കഴിഞ്ഞു, നിന്റെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു. അതിലെങ്ങനെയാണ് വേഷം? അതില് നായകന്റെ അനിയനായിട്ടാണ്. ഓക്കെ. എങ്ങനെ വെളിപ്പെടുത്താറായോ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ? ഇല്ല, ജസ്റ്റ് അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രമേ വന്നിട്ടുള്ളൂ. സോ അതിന്റെ ബാക്കി വരും ആണല്ലേ. അത് ലുക്മാൻ, പെപ്പെ, അർജുൻ അശോകൻ ഇവരൊക്കെയാണ് അതിന്റെ മെയിൻ. ഇപ്പോ നിന്റെ ഒരു പ്രായമുള്ള അഭിനയിക്കാൻ ഇഷ്ടമുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ സിനിമയിലേക്ക് ഇപ്പൊ നിന്നോട് ഞാനിപ്പോൾ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, നീ എഫേർട്ട് എടുത്ത് സിനിമ അത്രയും പാഷനേറ്റ് ആയിട്ട് കണ്ട്, എനിക്കറിയാം എത്രത്തോളം ആഗ്രഹമാണെന്ന് അറിയാം, അങ്ങനെ അതിനു വേണ്ടി പണിയെടുത്ത് വന്ന് ഇത്ര എത്തിയ ആളാണ്. അതേപോലെ നിന്നെ പോലെയുള്ള നിന്റെ പ്രായത്തിലുള്ള കുറേ കുട്ടികൾക്ക് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് നിനക്ക് എന്താ പറയാനുള്ളത്? അവരുടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മള് ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയില്ല എന്ന് വെച്ച് പിന്നെ നമ്മൾ അതിൽ ഡിപ്രസ്ഡ് ആവാണ്ട് പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ലക്ക് ഉണ്ട്, ശരിയാണ്, നമുക്ക് 1% ലക്ക് വേണം. പക്ഷെ ലക്ക് ഇല്ലെങ്കിൽ പോലും നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് എന്തായാലും അത് കിട്ടും. കിട്ടാതിരിക്കുന്നില്ല, എന്തായാലും കിട്ടും. ആനന്ദൻകാട് സിനിമയുടെ ഇപ്പൊ കുറെ ദിവസം ഉണ്ടായിരുന്നു സിനിമ അല്ലേ? 40 ദിവസത്തോളം എനിക്ക് മാത്രം ഷൂട്ട് ഉണ്ടായി. എനിക്ക് മാത്രം 40 ദിവസത്തോളം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ബ്രേക്ക് ടൈമുകളിൽ എങ്ങനെയാണ് നിങ്ങളുടെ ബ്രേക്ക് ടൈം? ഫണ്ണാണ് അത്. ഇതിപ്പോ നമ്മള് ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞ അപ്പൊ തന്നെ ക്യാരവാൻ പോയിരിക്കുന്നില്ല. അത് ഞങ്ങൾ എല്ലാവരും ദേവേട്ടനും ഇൻഫൻസുകളും എല്ലാവരും ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ ടർഫൊക്കെ എടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ അങ്ങനെയൊക്കെ പോയിട്ട് മുരളിച്ചേട്ടനും ദേവേട്ടനൊക്കെ ഉണ്ടായി. ആനന്ദ് മേനോൻ, വാഴ ആനന്ദേട്ടനൊക്കെ ആയിട്ട് ആനന്ദേട്ടൻ്റെ കൂടെ ആയിരിക്കും എപ്പോഴും ഞാൻ ക്യാരവാനിൽ ഉണ്ടാവുക. അപ്പൊ മുരളിച്ചേട്ടൻ ഇതുപോലെ എന്തെങ്കിലും ബോൾ ഉണ്ടെങ്കിൽ എറിഞ്ഞ് കളിക്കുക. അങ്ങനെ മുരളിച്ചേട്ടൻ അങ്ങനെ ഒരു ഫൺ മൈൻഡാണ്. അതുപോലെ അതിന്റെ ഒരു കോൺസേർട്ട് എടുക്കുന്ന ഒരു കോൺസേർട്ട് സീക്വൻസ് ഉണ്ടായിരുന്നു. അത് എടുക്കാനായിട്ട് 2 ദിവസം നൈറ്റ് ഫുള്ള് ഒരു
രണ്ട് മണിയല്ല, ഒരു 10 മണി ടു രാവിലെ 4 മണി വരെ അതിന്റെ ഷൂട്ടാണ്. അപ്പൊ അത് 600-ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ടുള്ള പരിപാടി. അപ്പൊ അവരുടെ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങള് അവിടെ ഗ്രൗണ്ടിൽ ഇരിക്കും. അത് ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. മുരളിച്ചേട്ടൻ, ആനന്ദേട്ടൻ, പനശ്ശേർത്ത്, ഇന്ദ്രൻ ചങ്കൾ എല്ലാവരും കൂടി ഇരുന്നിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ മുരളിച്ചേട്ടൻ അന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. ഒത്തിരി കാര്യത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ച് ആണല്ലേ. അപ്പോ ആദ്യം ഉണ്ടായ പേടിയൊക്കെ മാറി അത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇതിപ്പോ ഇതിന്റെ ട്രെയിലർ ലോഞ്ച് മീറ്റിന്റെ സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ അധികം മിണ്ടാൻ പറ്റില്ല. കാരണം പകുതി പേർക്ക് എന്നെ മനസ്സിലായില്ല. അന്നത്തെ എന്റെ ലുക്കല്ലേ. എന്നെ പിന്നെ മുടി വളർന്നപ്പോഴേക്കും എനിക്ക് ആര്യ സാറിന് ആദ്യം മനസ്സിലായില്ല. അത് ഞങ്ങൾ സ്റ്റേജിൽ കയറാം, എടാ നീയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ദ്രൻസങ്ങൾ എന്നെ കണ്ടപ്പോ തന്നെ എന്നെ ഹഗ് ചെയ്തു. അത് കറുപ്പ് കണ്ടിട്ട് ഞാൻ വിളിച്ചു. പക്ഷെ ഞങ്ങൾക്ക് എനിക്കൊന്നും മനസ്സിലായിണ്ടാവില്ല, കാരണം ഒത്തിരി പേര് വിളിക്കണല്ലേ. ഞാൻ പറഞ്ഞു അതിന്റെ കറുപ്പ് കണ്ടപ്പോ ഞാനെ വിളിച്ച ആണോന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് ഇതിലും അത്ഭുതം എന്താ വെച്ചാൽ പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു. മുരളി ഗോപി സാർ. ഞാൻ ഒരു 2 സെക്കൻഡ് സ്റ്റക്കായി. ഇത് പോസിബിൾ അല്ല, കാരണം ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിലും നമ്പർ സേവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ ഇത് ഇങ്ങോട്ട് കൈ തട്ടിയൊക്കെ കോള് വരുമോ, അതെന്റെ ടെൻഷൻ. ഞാൻ കോള് ഹലോ അങ്കിള് പറഞ്ഞു. പറഞ്ഞു പിന്നെ മുരളിച്ചേട്ടനാണ്, പടം കണ്ടു, അടിപൊളിയായിട്ട് മോൻ ചെയ്തു. ഇന്നലെ പ്രസ് മീറ്റിന്റെ ഇടയ്ക്ക് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് മിണ്ടാൻ പറ്റാതെ. മോൻ നന്നായിട്ട് ചെയ്തു. പിന്നെയും ഇങ്ങനെ എന്നെ കണ്ടിന്യൂ ഉണ്ടെങ്കിൽ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇതായി. അതിനപ്പുറം ഒരു കോംപ്ലിമെന്റ് വേറെ കിട്ടാനുണ്ടോ? നമ്മൾ അത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ഒരാൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അത് എഴുതിയ സ്ക്രിപ്റ്റ്, അത് ആ ക്യാരക്ടർ നമ്മൾ ചെയ്ത് പുള്ളിക്ക് ഇഷ്ടപ്പെടാതൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയ വേർഡ്. അല്ല, അത് തന്നെ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആണ്. നിനക്ക് ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ കിട്ടുന്ന, അല്ലെങ്കിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള നടന്മാര് നമ്മളെ പറ്റി, നമ്മുടെ ചെയ്തൊരു വർക്കിനെ പറ്റി അഭിനന്ദിക്കുമ്പോൾ അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് അല്ലേ തരുന്നത്. അതെനിക്ക് ഭയങ്കര ഹാപ്പി ആക്കിയൊരു മൊമെന്റ് ആണ്. അതല്ലേ. എങ്ങനെയാ വീട്ടില് അമ്മയ്ക്കൊക്കെ എങ്ങനെയാ? അമ്മയൊക്കെ അമ്മയുടെ കൂട്ടുകാരുടെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയാറുണ്ടോ സിനിമ? അമ്മേനൊക്കെ കൂടുതൽ എനിക്കറിയാം, തിരിച്ചാണ് പറയുന്നത്. ഇതുപോലെ അമ്മയ്ക്കും പറയാൻ, അമ്മയ്ക്ക് ഇതുപോലെ എനിക്ക് ഏറ്റവും വലിയ എൻ്റെ പ്രൗഡ് മൊമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മേനെ ഞാൻ ലൈക്ക് ചെന്നൈ വരെ ഞാൻ ഫ്ലൈറ്റിൽ കൊണ്ടുപോയി എൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട്. അമ്മേനെ ഫ്ലൈറ്റിൽ കയറ്റി എന്നുള്ളൊരു അഭിമാനം എനിക്ക് ഇപ്പോഴും പറയാം. അത് ആശീർവാദ് ആട്ടയുടെ ആഡ് അത് ചെന്നൈയിലായിരുന്നു. അപ്പൊ അമ്മേനെ അവിടുത്തെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ ഞങ്ങൾ താമസിച്ചതും അങ്ങനെ. അടിപൊളി. അപ്പോൾ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് പോവാണ് മുമ്പോട്ട് അല്ലേ? നിനക്ക് എങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് കോമഡി ചെയ്യാനാണോ? ഇപ്പോൾ ബമ്പർച്ചിരിയിൽ ഫുൾ കോമഡിയാണ് ചെയ്തത്. ഇപ്പോൾ കോമഡി ചെയ്യാനാണോ ഏറ്റവും ഇഷ്ടം, അതോ ഈ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനാണോ ഇഷ്ടം? എനിക്ക് അങ്ങനെ വെച്ചാൽ ഇപ്പം അനന്തങ്കാടില് എനിക്കിപ്പോൾ കോമഡിനേക്കാൾ കൂടുതൽ ഇമോഷണൽ, ഇപ്പം മിക്ക പടങ്ങളിലും എനിക്ക് ഇമോഷണൽ കാര്യങ്ങളാണ് കൂടുതലും കിട്ടാറ്. കരച്ചിലും പരിപാടിയൊക്കെയാണ് കൂടുതലും. പക്ഷെ അതില് എനിക്ക് ഫുൾ ഓൺ ഫൺ അങ്ങനത്തെ ഒരു കോമഡി പരിപാടി കിട്ടിയ സ്ഥാനാർത്ഥി ശ്രീകുട്ടനാണ്. പിന്നെ എക്സ്ട്രാ ഡീസന്റിലാണെങ്കിലും പെട്ടെന്ന് അത് കുറച്ച് ഡാർക്കാണ്. അപ്പൊ അങ്ങനെ കൂടുതലും ഞാൻ ഇമോഷണൽ സാധനങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് ഇനി ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഒരു ഹൊറർ പരിപാടിയാണ്. കാരണം എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പറഞ്ഞു. ഇപ്പൊ നമ്മള് സിനിമയെ കാണുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങനെ പേടിക്കുന്നു. പക്ഷെ ഈ പേടിക്കുന്നതിന്റെ ഇപ്പറ ക്യാമറയുടെ ഇപ്പറ അത്ര പേര് നിൽക്കുമ്പോ അത് അഭിനയിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാൻ എനിക്ക് ഹൊറർ പരിപാടികൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടല്ലേ? അപ്പോൾ സംവിധായകരെ കേട്ടോളൂ. പിന്നെ ഹൊറർ സിനിമ എടുക്കാൻ പോകുന്ന സംവിധായകർക്ക് ഇതേപോലെ ഈ പ്രായത്തിലുള്ള ഒരു കൊച്ചിറക്കനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് സൂര്യനെ സമീപിച്ചാൽ മതി. അവനടുത്ത് നോക്കുന്നത് അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റാണ് അല്ലേ? അപ്പോൾ എന്തായാലും ഇവിടെ നിൻ്റെ ഗ്രോത്തിൽ ഐ എം വെരി പ്രൗഡ്. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പണ്ട് മുതലേ ഉള്ള നിൻ്റെ ആ ഒരു പാഷനും ആ ഒരു വിഷനും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം. അത് നേരിട്ട് അറിയുന്നതുകൊണ്ടും കൂടെയാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന, എഫേർട്ട് എടുക്കുന്ന ആൾക്കാർ സക്സസ്സിലേക്ക് എത്തുമ്പോൾ അത് കാണാൻ നമുക്ക് ഭയങ്കര സന്തോഷമാവും. അതൊരു ഇമോഷനും കൂടിയാണ്. അപ്പം അങ്ങനെ നിന്നെ തിയേറ്റർ സ്ക്രീനിൽ ഇപ്പോൾ പല പ്രൊജക്റ്റുകളും നീ എന്നോട് പറയാറുണ്ട്, എന്നാ ചേട്ടാ ഇന്ന പടത്തിന് പോകാറുണ്ട്, ഇന്ന പടത്തിന് ജോയിൻ ചെയ്യുമെന്നൊക്കെ പറയാറുണ്ട്. പലതും പറയാറുമില്ല. അപ്പോൾ കാരണം പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എനിക്ക് അത്രയും കാര്യങ്ങളിലേക്ക്, അത്രയും പ്രൊജക്റ്റുകളിലേക്ക് നീ ഇപ്പോൾ ഇന്നാവുന്നുണ്ട്. അത് ആസ് യൂഷ്വലായി. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നിന്നെ തിയേറ്ററിൽ നിന്ന് അത് അറിയാതെ പോയി സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ നീ ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ അങ്ങനെ ഒരു സർപ്രൈസിങ് തരുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കാറുണ്ട്, സന്തോഷിപ്പിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിൻ്റെ അടുത്ത് ഇനിയും അതേപോലെ ഒരുപാട് പ്രൊജക്റ്റുകളുമായിട്ട് നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റട്ടെ. നീ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റട്ടെ. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നന്നായിട്ട് പോകട്ടെ, ഡയറക്ഷൻ ചെയ്യണം, പിന്നെ നല്ലൊരു ഹീറോ മെറ്റീരിയലായിട്ട് മലയാള സിനിമയിലേക്ക് കടന്നു വരട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യുടാ ഇവിടെ വന്നതിനും കുറച്ച് ഞാൻ ചിലവഴിച്ചു. താങ്ക് യു.